വെറും ഒറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് റിച്ച് ആണോ പൂവർ ആണോ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ റിച്ച് ആവാൻ പേടിക്കുന്ന ഒരാളാണെങ്കിൽ, ഞാൻ റിച്ച് ആയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ചേഞ്ചസ് ഉണ്ടായിരിക്കും, എനിക്ക് ഭയങ്കര അഹങ്കാരമായി പോകും, അങ്ങനെയൊക്കെയുള്ള ഒരു തിങ്കിങ് പാറ്റേൺ ഉള്ള ഒരാൾക്ക് ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഇല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ഇതേപോലെ ജീവിക്കുന്ന ആ ഒരു ജീവിത രീതി തന്നെ പിന്തുടർന്നാൽ മതി, എനിക്കൊരു ഡെവലപ്മെന്റ് വേണ്ട, അങ്ങനെയൊക്കെയുള്ള ഒരു തിങ്കിങ് പാറ്റേൺ ആണെങ്കിൽ നിങ്ങളിൽ ഒരിക്കലും ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഇല്ല. അങ്ങനത്തെ ഒരു നെഗറ്റീവ് തിങ്കിങ് ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യത്തിന്റെ ചെങ്ങലകളെ ബ്രേക്ക് ചെയ്യാൻ വന്ന ആളാണ് നിങ്ങളെന്ന് വിശ്വസിക്കുക. ഒരുപക്ഷെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ബാങ്ക് ബാലൻസോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. പക്ഷേ ഈ ഒരു റിച്ച് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഭയങ്കര സക്സസ് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, നിങ്ങളുടെ കയ്യിലെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ചെലവാക്കുന്ന പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ, അന്നേരം നിങ്ങൾക്കൊരു വിഷമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഇല്ല. അതൊരു പുവർ മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്. നമ്മുടെ ക്യാഷിന്റെ ഔട്ട്ഫ്ലോ കണ്ടിട്ട് അത് കണ്ട് ദുഃഖിച്ചിരിക്കാതെ ഈ പോകുന്ന ക്യാഷിനെ നമ്മൾ ഇരട്ടിയായിട്ട് നമ്മുടെ സ്കിൽസ് ആൻഡ് ടാലൻസ് ഉപയോഗിച്ച് നമ്മൾ തിരിച്ച് നേടിയെടുക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു റിച്ച് മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്. മൂന്നാമതായിട്ട്, ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളുടെ സംസാരത്തിന്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല. ഇവരുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്കിൽസ് ആൻഡ് ഡെവലപ്മെന്റ്സ്, ജിം, ഇൻവെസ്റ്റ്മെന്റ്, പേഴ്സണൽ ഗ്രോത്ത്, അങ്ങനത്തെയൊക്കെ ടോപ്പിക്സുകളായിരിക്കും ഇവർ കൂടുതൽ സംസാരിക്കാനും അവരുടെ ആ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെയൊക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതും അവരെ എൻകറേജ് ചെയ്യുന്നതുമായിരിക്കും. റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവരുടെ നാലാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഗ്രോത്ത് കണ്ടിട്ട്, മറ്റുള്ളവരുടെ അച്ചീവ്മെന്റ്സ് കണ്ടിട്ട് ഇവർക്ക് ഒരിക്കലും അസൂയയോ കുശുമ്പോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. മറിച്ച് അവരുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ കണ്ടിട്ട് ഇവർക്ക് കൂടുതൽ സന്തോഷമേ ഉണ്ടാവത്തുള്ളൂ. അതിലൂടെ അവരുടെ സ്കിൽസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, അവരതിലൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കത്തേ ഉള്ളൂ. അവരെങ്ങനെയാണ് അത് അച്ചീവ് ചെയ്തത്, എങ്ങനെ അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും, അങ്ങനെയൊക്കെ അവരിൽ നിന്ന് കൂടുതലായിട്ട് പഠിച്ച് കൂടുതലായിട്ട് അവർ തന്നെത്താനെ മോട്ടിവേറ്റ് ആവാനാണ് ശ്രമിക്കാറുള്ളത്. അഞ്ചാമതായിട്ട്, റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളുടെ അടുത്ത് ഒരാൾ ഒരു പ്രോബ്ലമായിട്ട് വന്നാൽ അവരത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ അവരെ ആ ഒരു പ്രോബ്ലത്തെ ലിസൺ ചെയ്തിട്ട് എമ്പത്തറ്റിക്കൽ വേയിൽ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാനായിട്ട് ഇടയാകും. ഈ പറഞ്ഞ 5 ക്വാളിറ്റീസും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു റിച്ച് മൈൻഡ് സെറ്റിന് ഉടമയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്